Hi everyone, this is me Casac Benjali, business strategist and international motivational speaker. നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ? ഇന്നത്തെ അല്ലെങ്കിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നമ്മൾ എത്രമാത്രം ഗൗരവത്തോടെ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പല എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ള ബിസിനസ്സുകാരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ ബിസിനസ്സിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇത്രയും വലിയ അവസരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത്, ഇത്രയും വലിയ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് പലപ്പോഴും 80% ബിസിനസ്സുകാരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്, 80 അല്ല, ശരിക്കും പറഞ്ഞാൽ 90% ബിസിനസ്സുകാരുടെയും ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ലീനിയർ ഗ്രോത്ത്, ഒരു നോർമൽ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. 10%, 15%, പരമാവധി 20% ഗ്രോത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാത്തവരാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു വെല്ലുവിളി നമ്മൾ അതിജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ ബിസിനസ്സും പൂട്ടിയിട്ടൊന്നുമില്ല, എല്ലാ ബിസിനസ്സും തകർച്ചയും നേരിട്ടിട്ടില്ല. ഒട്ടുമിക്ക ബിസിനസ്സുകളും ഇതിന് കറക്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്ത് ചെലവുകൾ കുറച്ച് കൊണ്ടുവന്നപ്പോൾ മാസീവായിട്ടുള്ള സക്സസ് ഉണ്ടാക്കാൻ മിക്ക ബിസിനസ്സുകൾക്കും കഴിയും. ഇന്ത്യയിലും ലോകത്തിലുമെല്ലാം നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കും. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എത്ര ഇന്ത്യൻ കമ്പനികളാണ് വലിയ ഗ്രോത്തിലേക്ക് പോയത്. ഈവൻ എത്രയോ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒത്തിരി കമ്പനികൾക്ക് 100-150 വർഷമുള്ള പാരമ്പര്യമുള്ള പഴക്കമുള്ള കമ്പനികൾക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ മാസീവ് സക്സസ് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ഫ്ലിപ്കാർട്ട്, 15-13 വർഷം കൊണ്ടാണ് ഫ്ലിപ്കാർട്ട് ഉണ്ടാക്കിയത്. റീസെൻ്റായിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ വാല്യൂഷൻ വരുന്നത് 50 കോടിയാണ്. ഇതെങ്ങനെയാണ് സാധിച്ചത്? ആ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ല വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ്സിന് ഒരു നോർമൽ ഗ്രോത്തിൽ നിന്ന് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക് നമുക്ക് വളർത്താനുള്ള ഏറ്റവും നല്ല വഴി ടെക്നോളജിയുമായിട്ട് എനേബിൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഡിജിറ്റലൈസേഷനിലേക്ക് മാറുക, ഡിജിറ്റൽ എനാബിളായിട്ട് മാറുക. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോമ്പറ്റീഷനാണ്. നിങ്ങൾ ഏത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴും എല്ലാവരും ചെയ്യുന്ന സെയിം സർവീസ് ചെയ്യാനല്ല പോകേണ്ടത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ എനാബിളിംഗ് സ്ട്രാറ്റജിയോട് കൂടിയിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നുവെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വളരെ വലിയ സക്സസ് ഉണ്ടാകും. വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് മീൻ കച്ചവടം, ഇറച്ചി കച്ചവടം. ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിൽ നടക്കുന്നൊരു കച്ചവടമാണ്. അതിൻ്റെ മാക്സിമം ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഒരു 100 കോടിയൊന്നും മീൻ കച്ചവടം നടത്തിയിട്ട് ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു വളരെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് 5 വർഷം കൊണ്ട് 1000 കോടി ടേൺ ഓവറുള്ള കമ്പനിയാക്കി മാറിയത് മീൻ കച്ചവടം എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ കച്ചവടത്തെ വളരെ ക്വാളിറ്റി സർവീസോടുകൂടി വളരെ സിസ്റ്റമൈസ് ചെയ്തുകൊണ്ട് അതിനെ ടെക്നോളജിയുമായിട്ട് എനേബിൾ ചെയ്തപ്പോഴാണ്. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നതല്ല, നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നു എന്നതല്ല, നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നുവെങ്കിലും അതിനെ വളരെ എഫക്റ്റീവായിട്ട് ടെക്നോളജിയുമായി എനേബിൾ ചെയ്തുകൊണ്ട് തന്നെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് ക്വാളിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കൂടുതലായിട്ട് ബിസിനസ്സിനെ കുറിച്ച് അറിയാനും നിങ്ങളുടെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ സഹായിക്കുന്ന സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റി നിങ്ങളില്ലാതെ തന്നെ നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാനും ഗ്രോ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ബിസിനസ് റിലേറ്റഡ് ട്രെയിനിങ്ങുകൾ ബെഞ്ചാലി അക്കാഡമിയുടെ കീഴിൽ ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു കമ്പനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു കമ്പനിയുടെ സെയിൽസ് എങ്ങനെ കൂട്ടണം, എങ്ങനെ ഇന്നോവേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എങ്ങനെ സ്റ്റാഫിനെ ഏറ്റവും നല്ല ടീമാക്കി മാറ്റണം, ടീം ബിൽഡിംഗ് എങ്ങനെ നടക്കണം എന്ന് തുടങ്ങി ഒരു ഓൺട്രപ്രണർക്ക് വേണ്ട ട്രെയിനിങ്ങും സ്റ്റാഫിന് വേണ്ട ട്രെയിനിങ്ങും വളരെ എഫക്റ്റീവായിട്ട് ബെഞ്ചാലി അക്കാഡമി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ട്രെയിനിങ് ഒക്കെ അറിയണം, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. സോ വി വിൽ ഹെൽപ്പ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.